ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ദേവയാനി നയനയെ കാണാൻ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നവ്യാണെങ്കിൽ നയനയുടെ അടുത്തേക്ക് ചെല്ലുക. ആ നയനെ മോളെ. ആ എന്താ ചേച്ചി? ദേ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? ആദർശേട്ടനാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുമല്ലോ ആദർശേട്ടനാന്ന്. ഇത് വേറൊരാളാ. വേറെ ആര്? നിന്റെ അമ്മായിയമ്മ. അത് കേട്ടതും നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷത്തോടെ നയന ഇരുന്നോടത്തത് ചാടി എഴുന്നേറ്റു. ആഹാ, നിനക്കത് കേട്ടപ്പോൾ സന്തോഷമായല്ലോ. ഞാൻ കരുതിയത് അത് കേൾക്കുമ്പോൾ നീ ഞെട്ടുവെന്നാ. അത് പിന്നെ എനിക്കറിയായിരുന്നു ചേച്ചി, അമ്മ എന്നെ വിളിക്കാൻ വരുമെന്ന്. അതെങ്ങനെയാ നീ അറിഞ്ഞേ? അല്ല, ആദർശേട്ടൻ ഇന്നലെ ഇവിടെ നിന്ന് വിഷമിച്ചാണല്ലോ പോയത്. അതുകൊണ്ടേ എന്നെ അമ്മ വിളിക്കാൻ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ എന്തായാലും നിന്നെ അവരുടെ കൂടെ വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കാതെ നിന്നെ അവരുടെ കൂടെ വിടില്ല എന്നല്ലേ അച്ഛനും അമ്മയും തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ എന്തു ചെയ്യും? ആ അത് ശരിയാ. അതെനിക്ക് വല്ലാത്ത സങ്കടം. ഷോ, അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിച്ചു. അച്ഛനും അമ്മയും അമ്മയെ ബുദ്ധിമുട്ടിക്കരുതെന്നും വിഷമിപ്പിക്കരുതെന്നും പറയണം. അതെന്താ, നിനക്ക് നിൻ്റെ അമ്മായിയമ്മയോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നെ അല്ലാതെ എനിക്കെൻ്റെ അമ്മായിയമ്മയെന്ന് വെച്ചാൽ ജീവന ചേച്ചി. അതുകൊണ്ടാണല്ലോ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഞാൻ അമ്മയ്ക്ക് കൊടുത്തത്. പിന്നെ എനിക്ക് പേടിയുണ്ട് അമ്മയുടെ സ്വഭാവത്തിൻ്റെ കാരണം. എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്നും പറയില്ല, ചിലപ്പോൾ നന്നായിട്ട് വഴക്ക് പറയും. അങ്ങനെ ഓരോ കാരണങ്ങളും ഓരോ ദിവസവും ഉണ്ടാകുമല്ലേ. പിന്നെ ആദർശേട്ടൻ ഇന്നലെ ഒന്ന് വിളിച്ചിട്ട് പോകാത്തതിൻ്റെ വിഷമം എനിക്കുണ്ട് എന്നൊക്കെ പറയാണ്. അത് കേട്ടതും വിഷമിക്കണ്ടായ, എന്തായാലും അവരെന്തിനാ വന്നേന്ന് നോക്കാമല്ലോ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അച്ഛനും അമ്മയും എന്ത് നിലപാടെടുക്കുമെന്ന് നോക്കാം, വാ നീ എന്നും പറഞ്ഞുകൊണ്ട് നയനയും വിളിച്ച് അങ്ങോട്ട് പോവുക. ഈ സമയം നയന അങ്ങോട്ട് ചെന്നതും ദേവേന അവിടെ ഇരിക്കുക. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നത്. പെട്ടെന്ന് നിൻ്റെ ബാഗും തുണിയൊക്കെ എടുത്തിട്ട് വാ, പോകാം. അത് കേട്ടതും നയന അച്ഛനെ അമ്മയെ നോക്കുക. അപ്പോൾ ഗോവിന്ദൻ, മോള് പോകുന്നെങ്കിൽ പോയിക്കോ, പോകണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോളാം. പിന്നെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കരുത്. ഞങ്ങൾ അങ്ങോട്ടേക്കും വരില്ല, അത്രയേ ഉള്ളൂ. ഇതെന്ത് വർത്താനം നിങ്ങളീ പറയുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെ ശരിയാവും? ഇവളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. ഇവളുടെ ഭർത്താവ് ആദർശ്, അവനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെന്തിനാ എന്തിൻ്റെ പേരിൽ ഇവളിവിടെ പിടിച്ചു നിർത്തുന്നത്? വെറുതെ ഒന്നുമല്ല, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാ ഈ കാഴ്ച കാണാൻ. എൻ്റെ മോളെ ഇട്ടുകൊണ്ട് നിങ്ങളിട്ട് ഒരുപാട് കുറ്റപ്പെടുന്നത്. എൻ്റെ നവ്യമോളുടെ കാര്യവും അതുതന്നെയാണ്. പക്ഷേ അവൾ തിരിച്ചു പറയുന്നതുകൊണ്ടാണ് ഞങ്ങളൊന്നും മിണ്ടാത്തത്. എന്നാൽ എൻ്റെ നയനമോൾ അങ്ങനെയല്ല. ആരെന്തു പറഞ്ഞാലും നിങ്ങൾ തല്ലിയാൽ പോലും അത് കൊണ്ടും കേട്ടും നിൽക്കും. അങ്ങനെയുള്ള ഒരാളാണ്. ഞങ്ങൾ തല്ലിയാൽ പോലും എതിർത്തൊന്നും പറയില്ല. ഞങ്ങളിതുവരെ അടിച്ചിട്ടുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളുടെ മോളെ ഞങ്ങളുടെ മുൻപിലിട്ട് ഉപദ്രവിക്കുകയും വഴക്കു പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. അതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. ഇനി അതിലൊരു മാറ്റവും ഇല്ല. ഇവൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളിനി അങ്ങോട്ട് വരത്തുമില്ല. ഒരു ചടങ്ങിന് പോലും ഇവളിങ്ങോട്ടും വരണ്ട. ഞങ്ങൾക്ക് ഇവളെ കാണുകയും വേണ്ട, ഇവൾ ഞങ്ങളെയും കാണണ്ട. ഇതൊക്കെ വല്ലാത്തൊരു കഷ്ടമാണ്. നിങ്ങളിവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്നാൽ കൊണ്ടുപോയിരിക്കും. അത് കേട്ടതും മോളുടെ അമ്മായിയമ്മ ഇത്രയും കടുപ്പിച്ച് പറയുകയാണെങ്കിൽ പിന്നെ മോള് പോയിക്കോ. മോള് ഇവിടെ നിൽക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പെട്ടെന്ന് തന്നെ പോയിക്കോ. പിന്നെ ഞങ്ങൾ ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ, പിന്നെ ഒരു ചടങ്ങിനും ഞങ്ങൾ വരില്ല. മോള് ഗർഭിണിയായാൽ പോലും. അതുകൊണ്ട് മോളുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകയും ഗോവിന്ദനും ഇങ്ങനെ പേടിപ്പിക്കുക. ഇത് കേട്ടതും അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നയന എൻ്റെ കൂടെ വരും. അത് കേട്ടതും നമ്മുടെ കനക വരുന്നെങ്കിൽ വന്നോട്ടെ, ഞങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും പോകുന്നവരൊക്കെ പോകാം. പിന്നെ അനിയത്തിയും ചേച്ചിയും അമ്മയും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ, അല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവരെന്തേലും പറയട്ടെ. നയനെ, നീ പോയി ഡ്രസ്സൊക്കെ എടുക്ക്, നമുക്ക് പോകാം. അത് കേട്ടതും ഇല്ല, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അമ്മയോടൊപ്പം പോയാൽ അച്ഛനും അമ്മയും എന്നെ കാണണ്ടെന്ന് പറയുന്നത് കേട്ടില്ലേ? ഞാൻ അനന്തപുരിയിലേക്ക് വന്ന എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇല്ല, എനിക്ക് എല്ലാവരും വേണം. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. എല്ലാവരും കൂടെ എന്നെ പ്രതിസന്ധിയിലാക്കുക. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങോട്ട് പോയാൽ നിങ്ങളെല്ലാവരും എന്നെ വേണ്ടാന്ന് പറയും. ഇവിടെ നിന്നാൽ അതൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ആർക്കും ഒരു വിഷമവും വേണ്ട എന്നൊക്കെ പറയണം. കേട്ടല്ലോ, മോള് പറഞ്ഞത് കേട്ടല്ലോ. ഇത് ഞങ്ങളുടെയും കൂടെ തീരുമാനമാണ്. എന്തായാലും മോളെ ഇട്ടേച്ച് ഇനി ഒരു കളിയുമില്ല ദേവയാനി. ഇനി എന്നേക്കുമായി മോളെ അങ്ങോട്ട് വിടണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അതുപോലെയാണ് എൻ്റെ മോൾ അവിടെ കിടന്ന് അനുഭവിക്കുന്നത്. നേരം വെളുത്ത അന്തിയോളം പണിയെടുത്തിട്ടും അവൾക്ക് കിട്ടുന്ന പേരോ മുഖം മറിച്ച് വന്നവള്, വലിഞ്ഞു കയറി വന്നവള്, ഒരു വകയ്ക്കും കൊള്ളില്ലാത്തവള് എന്നൊക്കെ. അങ്ങനെയൊന്നും പറയണ്ട. ഇപ്പോൾ ഇവളെ ജ്വല്ലറിയിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേ?
ഇവള് ചെയ്യുന്ന ഡിസൈനുകളല്ലേ ഇപ്പോൾ ജ്വല്ലറിയിൽ വെച്ചിരിക്കുന്നത്, അതൊക്കെ ഒന്ന് ഓർത്തൂടെ? ഞങ്ങളങ്ങനെ മൊത്തത്തിലൊന്നും അവളെ താഴ്ത്തിയിട്ടൊന്നുമില്ല. ആദർശ് മോനാണെങ്കിൽ അമ്മയുടെ വാക്കിനപ്പുറം പോകാത്ത ആളാ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തു പറഞ്ഞാലും അതനുസരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ചിലപ്പോൾ ഇവളെ തള്ളിക്കളയാൻ പറഞ്ഞാലും മോൻ അത് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ മോളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇനി ഇത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇനി അങ്ങോട്ട് വിടുന്നില്ല എന്ന്. ആര് പറഞ്ഞോ ഞാൻ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാലും ഇവളെ അവൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ഇവളില്ലാതെ അവനിവിടെ തീരെ പറ്റുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. അപ്പോഴും ഇപ്പോൾ ദേവേനെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല, മോന് വേണ്ടിയാണ് വന്നത്. അതെ, ഞാൻ എൻ്റെ മോന് വേണ്ടി തന്നെയാണ് വന്നത്. കേട്ടല്ലോ മോളെ, ഇനിയും നിൻ്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. അതുകൊണ്ട് നിൻ്റെ ഇഷ്ടമാണ്, പോണോ വേണ്ടോന്ന് നീ തീരുമാനിക്കേ. ഇതൊരു വാശിയാ, ഒരു തരം ചീത്ത വാശി. ഇത് ഞാൻ സമ്മതിച്ചു തരില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കും വാശിയുണ്ട്. ഞാൻ ഇവളെ കൊണ്ടുപോകാനാണ് വന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും. ഇവൾ എൻ്റെ മരുമകളാണ്. എൻ്റെ മരുമകളെ എനിക്ക് വേണം. എൻ്റെ മോൻ കെട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത്. ആ താലിക്ക് അവകാശിയായ എൻ്റെ മോനും ഇവളെ വേണം. അത് കേട്ടതും നമ്മുടെ കനകയും ഗോവിന്ദനും ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പോഴും ദേവയാനെ സ്നേഹിക്കുന്നത് ദേവയാനിക്ക് കരൾ തന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ ദേവയാനി എൻ്റെ മോളെ മാറ്റി നിർത്തിയിട്ട് ആ പെൺകുട്ടിയെ ആദർശിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമായിരുന്നില്ലേ? അതുമല്ല, ആ പെൺകുട്ടി കല്യാണം കഴിച്ച കുട്ടി ആയതുകൊണ്ടാണ് ദേവയാനി മിണ്ടാതെ മാറി നിൽക്കുന്നതെന്നും എനിക്കറിയാം. അത് കേട്ടതും നമ്മുടെ ദേവയാനി ഇപ്പം പറഞ്ഞതാ സത്യം. നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യമാണ് ശരിക്കും സത്യം. എനിക്ക് കരൾ ദാനം ചെയ്ത കുട്ടി എനിക്ക് ജീവനാണ്. അവളെ എനിക്ക് മറക്കാനോ സ്നേഹിക്കാതിരിക്കാനോ കഴിയില്ല. ജീവൻ്റെ ജീവനാ, എൻ്റെ മോനേക്കാളും ജീവനാ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് എൻ്റെ ഈ മരുമോളെ. ഇവളെ എനിക്ക് കരൾ തന്നെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ കെഞ്ചി ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതും. അത് കേട്ടതും നമ്മുടെ കനകയുടെയും ഗോവിന്ദൻ്റെയും കണ്ണ് തള്ളി. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഒന്ന് പരസ്പരം ചിരിച്ചു. അതെ, എൻ്റെ മരുമോളെ എനിക്ക് വേണം. ഇത്രയും നേരം ഞാൻ വാശി പിടിച്ചത് ഇവളെ കൂട്ടിക്കൊണ്ടു പോവാനാ. എല്ലാവരെ പോലെ തന്നെയാ എൻ്റെയും കാര്യം. ഇവൾ ആ വീട്ടിലില്ലെങ്കിൽ ആദർശനും ജയേട്ടനും അച്ഛനും അമ്മയ്ക്കും ഒന്നും മാത്രമല്ല വിഷമം, എനിക്കും വിഷമം. ഇപ്പോൾ ഒരു ദിവസം പോലും ഇവളെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നും കരഞ്ഞുകൊണ്ട് ദേവയാനി പറയുക. അതൊക്കെ കേട്ടത് നവ്യ വായം പൊളിച്ച് നോക്കി നിൽക്കുക. ഇത് എന്താ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. ഈ സമയം എൻ്റെ പൊന്നാര മോള, എൻ്റെ ചക്കര മോള, ഇവളെ എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. എൻ്റെ മോനെ പോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഇവളെ കാണാതെ എനിക്ക് ഒരു ദിവസം പോലും ആ വീട്ടിൽ സമാധാനമില്ല. നിങ്ങൾക്കറിയോ, ഇന്നലെ രാത്രി ഒരു പോളം ഞാൻ കണ്ണടച്ചിട്ടില്ല എന്നൊക്കെ പറയാം. എൻ്റെ ദേവയാനേ, ഇതൊക്കെ നേരത്തെ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഇനിയിപ്പോൾ ദേവയാനി അമ്പലത്തിൽ പോയി കാവലിൽ പോയി പ്രായശ്ചിത്തം ചെയ്തതും പിന്നെ റോഡരികിലെ കടയിൽ നിന്നും മരുമകൾക്ക് മുല്ലപ്പ് മേടിച്ച് വെച്ചു കൊടുത്തതും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അമ്മായിയമ്മയുടെയും മരുമകളുടെയും കള്ളത്തരം പൊളിക്കണമെന്ന് കടുത്ത തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ അനന്തപുരിയിലേക്ക് വന്നത്. നവ്യമോളോട് പോലും പറയാതെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതും. എന്തായാലും ഈ തീരുമാനം കൊണ്ട് നിങ്ങളുടെ കള്ളത്തരം പൊളിഞ്ഞല്ലോ, സന്തോഷമായി. എൻ്റെ മോളെ നിങ്ങളൊന്ന് സ്നേഹിച്ച് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. ആ ആഗ്രഹം നടന്നു, സന്തോഷമായി. അല്ല, ഇതൊക്കെ എപ്പോൾ തുടങ്ങി എന്നും ചോദിക്കുകയാണ് നമ്മുടെ നന്ദു. അത് പിന്നെ കുറച്ച് ദിവസമായി എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു അവാർഡ് കിട്ടിയായിരുന്നില്ലേ, അമ്മയുടെ കൂട്ടുകാരിയുടെ മോളും പിന്നെ കൂട്ടുകാരിയും കൂടെ ചേർന്ന എനിക്കത് ഏർപ്പാടാക്കി തന്നത്. അമ്മയാണ് അതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. എന്നെ ഉയരങ്ങളിലെത്തിക്കാനും എന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഇത് കേട്ടതും സന്തോഷമായി ദേവേനി, ഒരുപാട് സന്തോഷമായി. എനിക്ക് എപ്പോഴാണെങ്കിലും ഇനി എൻ്റെ മോളെ അങ്ങോട്ട് ധൈര്യമായിട്ട് വിടാം എന്നൊക്കെ പറയാം. ഇല്ല, ഞാനിപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനി ഇങ്ങനെ നിൽക്കുക. ചേടാ, എന്നാലും ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? എടി കള്ളി, നിങ്ങൾ രണ്ടുപേരും ഒന്നായിട്ടാണല്ലേ ആ വീട്ടിൽ ഞങ്ങളെ കാണുമ്പോഴൊക്കെ മുഖം തിരിച്ച് നടന്നിരുന്നത്? അത് പിന്നെ മറ്റാരും അറിയാതിരിക്കാനാ ചേച്ചി. എല്ലാവരും അമ്മയെ കബളിപ്പിച്ചില്ലേ? ഈ വീട്ടിൽ കള്ളം പറയാത്ത ഒരേ ഒരാളായിരുന്നു നയനമോള്. ആ മോളും കൂടെ കള്ളം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി പോയായിരുന്നു. എന്തായാലും അമ്മായിയമ്മയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് മോള് കള്ളം പറഞ്ഞല്ലോ. അത് കേട്ടതും അത് പിന്നെ അച്ഛാ, അമ്മയെ പറ്റിച്ച് എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അമ്മ കരുതി. പക്ഷെ അമ്മയുടെ കള്ളത്തരം ഞാൻ പൊളിച്ചു, ഇപ്പം നിങ്ങൾ പൊളിച്ചതുപോലെ. അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. എന്തായാലും കനകേ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഇങ്ങനെ ഒരു മരുമകളെ നീ എനിക്ക് തന്നതിന് നിനക്ക് എന്നും നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കും. സാരമില്ല ദേവേനെ, നിങ്ങൾ എനിക്കൊന്നും തരണ്ട. എൻ്റെ മക്കളെ സ്നേഹിച്ചാൽ മതി, പൊന്നുപോലെ, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ പോവുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അവിടെ അനന്തപുരിയിലാണ്. മോനെ,
നീയും നയനമോളും തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നമോ ഉണ്ടായോ? ഇല്ല മുത്തശ്ശ, ഈ ഇടയായിട്ട് ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്. ഇതുപോലെ ഞങ്ങൾ സ്നേഹിച്ചിട്ടില്ല. പക്ഷേ ഇതിനിടയിൽ എന്താ സംഭവിച്ചെന്ന് പെട്ടെന്ന് നയനയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാൻ ചെന്ന് വിളിച്ചിട്ട് പോലും നയന വന്നില്ല. അപ്പോഴേക്കും ജയം വരിക. എടാ മോനെ, അമ്പലത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് പോയ നിൻ്റെ അമ്മയെ കാണുന്നില്ലല്ലോ. നേരം വെളുക്കി ഇവിടെ നിന്ന് പോയതാ. അത് കേട്ടതും അവൾ അമ്പലത്തിൽ ഭജന ഇരിക്കുമായിരിക്കും. നയനമോള് വരാത്തതിൻ്റെ പേരിൽ അവൾ സ്നേഹിക്കുന്നവരും അവളെ സ്നേഹിക്കുന്നവരും ഒക്കെ വിഷമത്തിലാണല്ലോ. നമ്മുടെ വിഷമം മാറ്റാൻ വേണ്ടി അമ്പലത്തിൽ പോയി കുത്തിയിരിക്കുന്നുണ്ടാവും. അത് കേട്ടതും അങ്ങനെ കുത്തിയിരുന്നിട്ട് കാര്യമില്ലല്ലോ അച്ഛാ. നയനമോളെ പോയി വിളിച്ചുകൊണ്ട് വരണ്ടേ, എന്നാലല്ലേ കാര്യങ്ങൾ നടക്കൂ. എന്നാലും ദേവയാനി ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇതൊരു കാര്യം എനിക്ക് സഹിക്കാൻ പറ്റാത്തത്, സ്വന്തം മരുമകളെ എന്നും കുറ്റപ്പെടുത്തുന്നു, ചേർത്ത് നിർത്തുന്നില്ല. അവരുടെ വീട്ടുകാർ പറയുന്നതിലും കാര്യമുണ്ട്. കല്യാണം കഴിച്ച് വിട്ട് അന്ന് മുതൽ തുടങ്ങിയതല്ലേ ദേവയാനിയുടെ ഈ പോര്. അങ്ങനെയുള്ളപ്പോൾ അവരെത്രത്തോളം എന്ന് വെച്ച് സഹിക്കും? ഇന്നത്തെ കാലത്ത് ചെറുക്കൻ്റെ വീട്ടിൽ വന്നു കയറുന്ന മരുമക്കൾക്ക് സമാധാനമില്ലെങ്കിൽ തൂങ്ങിച്ചാകൽ, കൈമുറിക്കൽ, ആത്മഹത്യ, കൊലപാതകം, അങ്ങനെ പലതും നടക്കുക. അങ്ങനെയുള്ള സമയത്ത് അവരുടെ അച്ഛനമ്മമാർക്കും പേടിയുണ്ടാവുമല്ലോ. അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ദേവയാനി ഒന്ന് മാറാനുണ്ട്. ഇപ്പോഴും കരൾ ദാനം ചെയ്ത പെൺകുട്ടി അന്വേഷിച്ചുകൊണ്ട് അവൾ നടക്കുന്നത്. കരൾ ദാനം ചെയ്ത പെൺകുട്ടി സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം അരികിലുണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾ അത് മനസ്സിലാക്കാതെയാണ് റോഡ് നീളെ അന്വേഷിച്ച് നടക്കുന്നത്. എന്തായാലും അവളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് അവളോട് വിളിച്ചു പറയണം. പക്ഷേ അച്ഛാ, അന്ന് 7-ാം മാസ ചടങ്ങിൻ്റെ ദിവസം അടുക്കളയിൽ കിടന്ന് അമ്മ ഒറ്റയ്ക്കാണ് കഷ്ടപ്പെട്ടത്. എല്ലാവർക്കും വേണ്ട എല്ലാ പലഹാരവും ഉണ്ടാക്കി, സദ്യ ഒരുക്കി, എല്ലാം ചെയ്തത് അമ്മ തന്നെയല്ലേ. അവളെല്ലാം ചെയ്യും, അവൾക്ക് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ നയനയോട് മാത്രം കാണിക്കുന്ന സ്നേഹം ഒരു സ്നേഹമില്ലാത്ത പോലെയാണ്. അത് കേട്ടതും കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലെ വന്നപ്പോൾ അമ്മായിയമ്മ മരുമകളുടെ തലതോർത്തി കൊടുക്കുമായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ കരുതി രണ്ടാളും ഒന്നിച്ചു എന്ന്. പക്ഷേ നയനയുടെ അടുത്ത് ചോദിച്ചപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. അമ്മായിയമ്മ തല തോർത്തി കൊടുക്കുമ്പോഴും മോളുടെ കാത് കടിക്കുമായിരുന്നു എന്ന്. അത്രയ്ക്ക് ദേഷ്യപ്പെട്ടാൽ സംസാരിച്ചെന്ന്. തല കുളിച്ചിട്ട് തലയിൽ വെള്ളം ഇറങ്ങിയിട്ട് പനി അങ്ങും ജലദോഷം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോന് വിഷമാവും. നീ വീട്ടിൽ പോയി നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മായിയമ്മ മോളുടെ തല തോർത്തി കൊടുത്തത്. അത് കേട്ടതും വല്ലാത്തൊരു സ്വഭാവം അവളുടേത്. ആ സ്വഭാവം എന്ന് മാറുമോ എന്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക. എന്ന് മാറിയാലും ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് ദിവസം കൂടെ നോക്കും. നയനമോളില്ലാത്ത ഈ വീട്ടിൽ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ പോയി മോളെ വിളിച്ചുകൊണ്ട് വരും. കനകയുടെയും ഗോവിന്ദൻ്റെയും കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ മതിയാകൂ എന്ന് മുത്തശ്ശൻ പറയുക. അത് കേട്ടത് മുത്തശ്ശി, അതെ അത് ശരിയാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നും രാവിലെ ഉറക്കമുണരുമ്പോൾ ചായയുമായിട്ട് വരുന്ന മോളുടെ മുഖം കണ്ടില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞാലാ കുടുംബത്ത് പ്രശ്നങ്ങളും താളം തെറ്റലുകളും ഉണ്ടാവുന്നേ. എന്നാൽ ഈ കുടുംബത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് പരസ്പരം തമ്മിലടിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന ആളാണ് നയനമോള്. പക്ഷേ അനാമികയുടെയും നവ്യയുടെയും കാര്യത്തിലൊക്കെ അതേ പഴയ സ്വഭാവം തന്നെയാണ്. എന്നാൽ നയനമോൾ അങ്ങനെയല്ല. നയനമോളൊരു പാവ മിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കണം. അങ്ങനെ മുത്തശ്ശൻ എഴുന്നേറ്റ് പോയി. മോനെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നയനമോൾ ഈ വീട്ടിൽ വേണം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പോവുക. ഈ സമയം അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. എന്തായാലും ഇതുപോലൊരു കൂടിക്കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചതാണ്. അതിനു വേണ്ടി തന്നെയാണ് കാത്തിരുന്നതും. ഇനിയിപ്പോൾ എനിക്ക് സമാധാനമായി. എപ്പോഴാണെങ്കിലും നവ്യ വന്ന് കാണാമല്ലോ. മോളെ, ശരീരമൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അനന്തപുരി തറവാട്ടിൽ ആദ്യമായിട്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞാ. ആ കുഞ്ഞിനെ കാണാൻ എല്ലാവരും കാത്തിരിക്കുക. ആരൊക്കെ കാത്തിരുന്നിട്ടും കാര്യമില്ലല്ലോ അമ്മായി. എൻ്റെ അമ്മായിയമ്മയും പിന്നെ എൻ്റെ ഭർത്താവും ഒരു സ്നേഹമില്ലാത്ത ആളാണ്. ഇപ്പം അവൻ ചെറിയ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്, എന്തിനാണെന്നൊന്നും അറിയില്ല. അത് കേട്ടതും അതൊക്കെ മാറും മോളെ. അവനെ മാറ്റിയെടുക്കണം. പിന്നെ അനിയുടെ കാര്യത്തിൽ ചെറിയൊരു സങ്കടമുള്ളൂ. ഏതു നേരവും അടിയും വഴക്കും പ്രശ്നവും. നയനയും നവ്യയും പോലെ നന്ദുവും അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ സമാധാനം ഉണ്ടാവുമായിരുന്നു എന്നും നന്ദുവിൻ്റെ പേരും പറഞ്ഞ അവർ തമ്മിൽ അടിയിടുന്നത്. അത് കേട്ടതും അത് വേണ്ട ദേവേനെ, അത് ശരിയായ കാര്യമല്ല. രണ്ട് പെൺമക്കൾ അവിടെ വന്ന് അനുഭവിച്ചതൊക്കെ ഞങ്ങൾ കണ്ടതാ. മൂന്നാമത് എൻ്റെ നന്ദുമോളും കൂടെ അങ്ങോട്ട് വന്ന് കരയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളതിനെ തടഞ്ഞത്. എന്നാലും ഇപ്പോഴും അതിനെ ചൊല്ലി അവിടെ വഴക്ക് നടക്കുക. അനാമികയൊന്നും ഒരിക്കലും അവിടെ കയറാൻ യോജിച്ചവളല്ല. അതറിഞ്ഞിട്ടും ഞാൻ എന്തിനാ അവളെ സ്നേഹിച്ചെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പും വെറുപ്പും തോന്നുക. സാരമില്ല, എന്തൊക്കെയായാലും ഇപ്പം ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി നമുക്ക് രണ്ടുപേരും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ, സമാധാനത്തോടെ വരാമല്ലോ. അത് കേട്ടതും കനക ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു സദ്യ തന്നെ ഒരുക്കിയാനായിരുന്നു. ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഇവിടെ നടന്നപ്പോൾ ഒരു സദ്യ കഴിക്കേണ്ടതായിരുന്നു. അതിനെന്താ, സദ്യയൊക്കെ ഒരുക്കി വെച്ചിട്ട് എന്നെ വിളിച്ചോ, ഞാനും എൻ്റെ മോളും കൂടെ ഇവിടെ വന്ന് കഴിച്ചോളാം. അതെ, ഇനി ഇത് നിങ്ങളുടെ മോളല്ല, എൻ്റെ മോളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനി നയനെ ചേർത്ത് പിടിക്കുക.
അല്ലമ്മേ, അനന്തപുരിയിലേക്ക് പോയി കഴിയുമ്പോൾ ആദർശേട്ടൻ എന്നോട് ദേഷ്യമായിരിക്കില്ലേ? അത് പിന്നെ ഇല്ലാതിരിക്കുമോ മോളെ? ഇന്നലെ ആദർശ് വീട്ടിൽ വന്ന് എന്നോട് പറയാത്ത വാക്കുകളില്ല. മോള് വരാത്തതിൻ്റെ പേരിൽ അവന് നല്ല ദേഷ്യവും ടെൻഷനും സങ്കടവും ഒക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ആ വഴക്ക് ഇപ്പോഴെങ്ങും തീരുമെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കണം. അത് കേട്ട് സങ്കടത്തോടെ നയനയും. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.